ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു റെസിപ്പിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ കർക്കിടക മാസത്ത് ഉണ്ടാക്കുന്ന കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ കിയാർനെല്ലി, പിന്നെ കൂകാങ്കുരുന്ന്, പിന്നെ തുളസി, അങ്ങനെ ഇതാ 4 ഐറ്റംസ് ഇലകളാട്ടെ ഇതിലേക്ക് നമ്മൾ അരച്ച് ചേർക്കുന്നത്. ഇതിൽ കൂടുതലും സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കും, പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ 4-5 സാധനങ്ങളാട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ശരീരത്തിനും നമ്മളെ വയറിനൊക്കെ നല്ല ഇതാണ് കേട്ടോ, നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല ഒരു കഞ്ഞിയും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ കർക്കിടക കഞ്ഞി എന്നാട്ടാ പറയാറ്. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് കർക്കിടക മാസത്തിൽ ഇതുണ്ടാക്കിയിട്ട് കുടിക്കലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ നമുക്ക് നമ്മളെ വീടിൻ്റെ തൊടുവിലും ഇതിലൊക്കെ ഇവിടെ കാണാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് പിന്നെ കൊടലരിക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇലയാണ് കേട്ടോ. ഇതും നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് 5 തരം ഐറ്റം ഇലകളാട്ടോ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നല്ലതാട്ടോ, ശരീരത്തിനൊക്കെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്, വയറിന് കുടലിലുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കിതൊക്കെ കൂടി ചേർത്തിട്ട് വേണം ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇടാൻ കാരണം ഇമ്മ ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഇതിൻ്റെ റെസിപ്പി നമുക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കാൻ. അപ്പോൾ ഉമ്മയും പറഞ്ഞു എന്നാൽ അങ്ങനെ ആക്കാമെന്ന്. ഇതിപ്പോൾ ഇതാ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം. പിന്നെ ഇത് അതിലേക്ക് ഒരു ഉലുവ 2 ടേബിൾ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് ചെറുപയറാണ് കേട്ടോ. ചെറുപയറും ഇതേപോലെ ഇതാ ഒരു 1/2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അപ്പോൾ ഇതാ ഈ 3 സാധനങ്ങളാട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുക കേട്ടോ. പിന്നെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ഇത് നമ്മൾ കുടുക്കയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ ചെയ്യണത്. അടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടത് സാവധാനം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുടുക്കയിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള അരിയും ചെറുപയറുണ്ടല്ലോ അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇലകളൊക്കെ നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാൻ. കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് തേങ്ങാപ്പാലാട്ടോ. തേങ്ങാപ്പാൽ ഇതാ ഒരു തേങ്ങ ഫുള്ള് പാലെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇല നല്ല അരച്ചെടുത്തതാട്ടോ. നമ്മൾ ഈ ഇല അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരു 2 ടീസ്പൂണ് ചെറിയ ജീരകം ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാപ്പാലും നമ്മളാ ഇലകളും അരച്ചതും രണ്ടും ഇതവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും ചെറുപയറൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ ഇലകളുടെ ഇതുണ്ടല്ലോ വെള്ളം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ചധികം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചെറിയ ഒരു എന്താ പറയുക ഇലകൾ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ നല്ലതാണ്, ഇത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഔഷധമുള്ളൊരു കഞ്ഞിയും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഞാനതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് ഞങ്ങളെ മമ്മിക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് തൂക്കപാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കൊണ്ടുകൊടുക്കാനുണ്ട്. അപ്പോൾ മമ്മി ഉള്ളതിപ്പോൾ
ആമാൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ അങ്ങോട്ട് കൊണ്ടുകൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് പോവാണ്. ഇത് നമ്മളെ സൈഡിലുള്ള വഴിയാണ് കേട്ടോ, ഇതിലൂടെ കേട്ടോ പോവൽ. തൊട്ടടുത്താണ്, ഒരു 2 വീട് കഴിഞ്ഞാൽ ആമാൻ്റെ വീടെത്തും. അങ്ങനെ ഇതായിട്ട് ആമാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ കിണറൊക്കെ പുതിയതായിട്ട് അവർ ഇപ്പോൾ അടുത്ത് ഇതാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് നോക്കിയതാണ്. അങ്ങനെ ഞാനിതാ ഇനി അതൊന്ന് കൊണ്ടുപോയി കൊടുക്കട്ടെ. അങ്ങനെ കൊണ്ടെടുത്തതിന് ശേഷം ഞാനും ഇതാ കഞ്ഞിയൊക്കെ ഒന്ന് കുടിച്ചു കേട്ടോ.